രാവിലെ വലിയ സന്തോഷത്തിലാണ് ഞാൻ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വന്നത്. നമസ്കാരത്തിന് സമയമായി പള്ളിയിലേക്ക് എത്തുമ്പോൾ പ്രാർത്ഥനയ്ക്കെത്തിയ പലരുടെയും മുഖത്ത് ദുഃഖാർദ്രമായൊരു ഭാവം. പലരും അന്യോന്യം മിണ്ടുന്നില്ല. നമസ്കാരം കഴിഞ്ഞ് അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പലരും വിതുമ്പുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ ഒരാളോട് ചോദിച്ചു, എന്താണ് വിഷയം? എല്ലാവരും വല്ലാതെ വിഷമിച്ചിരിക്കുന്നല്ലോ. ഞങ്ങളുടെ ഈ പള്ളി ആലപ്പുഴ നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മഹല്ല് അംഗങ്ങൾ വളരെ കുറവാണ്. അധികവും യാത്രക്കാരായ നിസ്കാരക്കാരാണ് ഇവിടെ ഉണ്ടാവുക. പ്രത്യേകിച്ച് സുബഹിക്ക് തുലവും ആളുകൾ കുറവാണ്. അപ്പം ഞങ്ങളുടെ ഈ ചെറിയൊരു സംഘത്തിൽ ഉണ്ടായിരുന്ന ആളാണ് റഹ്മത്തുള്ളാഹി എന്നൊക്കെ ഞങ്ങൾ വളരെ സ്നേഹത്തെ വിളിക്കുന്ന ആൾ വളരെ രസികനാണ്. ഞങ്ങളെല്ലാവരും ഒന്നിച്ച് നമസ്കരിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പതിവുണ്ട്, ഒന്നിച്ച് ചായ കുടിക്കാൻ പോകുന്നൊരു പതിവ്. അദ്ദേഹത്തിനെ വിളിക്കുമ്പോൾ പലപ്പോഴും പറയും, ഭാര്യ സുഖമില്ലാത്തതാണ്, ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാൻ ചെന്നിട്ട് അവളെയും കൊണ്ട് രാവിലെ നടക്കാൻ പോകാം. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച് മടങ്ങുമ്പോൾ പ്രഭാത സഞ്ചാരത്തിന് ഇവർ രണ്ടുപേരും പോകുന്ന പതിവായി കാണും, തമാശ പറയും പോകും. ഇന്ന് അദ്ദേഹത്തിന് സുബഹി നമസ്കാരത്തിന് കണ്ടില്ല. അല്പം മുമ്പാണ് എല്ലാവരും അന്വേഷിച്ചത്, നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ കണ്ടില്ലല്ലോ. അങ്ങനെ വിളിച്ചു തിരക്കുമ്പോഴാണ് അദ്ദേഹം മരണപ്പെട്ട വാർത്ത നമ്മൾ അറിയുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കട്ടെ. നമ്മുടെ ഉള്ളുലക്കുന്നൊരു കാര്യം, ഈ കഴിഞ്ഞ റമദാൻ 27 എത്തുമ്പോഴും അദ്ദേഹം എന്നോട് വന്ന് പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ. സമീപകാലത്താണ് അദ്ദേഹത്തിൻ്റെ മകൻ ആക്സിഡന്റിൽ മരണപ്പെട്ടത്. മകനും മരണപ്പെട്ടു, അദ്ദേഹം മരണപ്പെട്ടു, ആ ഉമ്മ തനിച്ചായിപ്പോയി. ലാ യഖ്ദില്ലാഹു ഖളാഅൻ ഇല്ലാ കാന ഖൈറൻ ലഹു. അള്ളാഹു ഒരു പ്രയാസം കൊടുത്താൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഖൈർ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടാവും. ഞാൻ പെട്ടെന്ന് ഈ വാർത്ത ഇങ്ങനെ കേൾക്കുമ്പം അദ്ദേഹം സ്ഥിരമായിരുന്ന് നിസ്കരിക്കുന്ന ആ സ്ഥലത്തേക്ക് നോക്കുകയാണ്. അവിടെ ഒരു വിടവുണ്ടല്ലോ, നാളെ മുതൽ ആ ഭാഗത്തൊരു വിടവുണ്ടല്ലോ. അങ്ങനെ എത്രയെത്ര മനുഷ്യന്മാർ അവിടെ വിടവുണ്ടാക്കിയിട്ട് പോയി. അടുത്ത ആൾ വന്ന് ആ വിടവ് നികത്തുന്നു, പിന്നെയും മാറുന്നു. ദുനിയാവിൻ്റെ സർക്കിൾ ഇങ്ങനെ അനുശോചനം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നമ്മളോടൊപ്പം തോളോട് തോള് ചേർന്ന് നടന്ന എത്രയെത്ര മനുഷ്യന്മാരാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായത്. നമ്മൾ മനസ്സിലാക്കുക, ഇതുപോലൊരു വാർത്തയിൽ ഒതുങ്ങേണ്ടവരാണ് നമ്മൾ. വാക്കും പ്രവൃത്തിയൊക്കെ പരിമിതപ്പെടുത്തേണ്ടതുണ്ട്. ഇതുപോലൊരു വാർത്തയിൽ നമ്മൾ മരണപ്പെട്ടു എന്ന് അറിയുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പം ഈ കണ്ടതുപോലെ ഒന്ന് വിതുമ്പാൻ, ഒന്ന് ദുആ ചെയ്യാൻ, ഒന്ന് മനസ്സലിഞ്ഞ ആളുകൾ പരസ്പരം ആ പാവം മനുഷ്യൻ പോയല്ലോ എന്ന് ഓർത്ത് ദുഃഖിതരായി ഒന്ന് ദുആ ചെയ്യാനൊക്കെ അവരുടെ മനസ്സിൽ ഒരു തോന്നൽ വരണമെങ്കിൽ വാക്കിലും പ്രവൃത്തിയിലുമെല്ലാം ഒരു മിതത്വം വേണം. മരണാനന്തരം ആളുകൾ നമ്മളെക്കുറിച്ച് നല്ലത് പറയാൻ എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ, നല്ല ഓർമ്മകൾ സമ്മാനിച്ച് ജീവിക്കണം. വിദ്വേഷവും വൈരാഗ്യവും ആവോളം പറഞ്ഞ് ഞാൻ മരിച്ച എൻ്റെ മയ്യത്ത് പോലും കാണാൻ വേണ്ടി ഒറ്റൊരുത്തനും വന്നു പോകരുത് എന്ന ദുർവാശയിൽ പറഞ്ഞ് നാവ് വായിലേക്ക് ഇടുന്നതിന് മുമ്പ് തന്നെ നിശ്ചലമായി പോകുന്ന എത്രയെത്ര മനുഷ്യരെ നമ്മൾ കണ്ടു. അതുകൊണ്ട് ജീവിക്കുന്ന ഒരു ചെറിയ ഹ്രസ്വമായ കാലയളവ് നമ്മൾ സന്തോഷത്തെ ജീവിക്കുക, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളെ സന്തോഷിപ്പിക്കുക. അവസരങ്ങൾക്ക് നമുക്കൊരു പക്ഷേ സാഹചര്യം ഉണ്ടാകണമെന്നില്ല. മേൽപോട്ടുയരും വീർപ്പുകൾ താഴോട്ടെത്തുമെന്ന് ആരറിയും. മേൽക്കുമേലാൽ വാരിക്കൂട്ടി എന്തൊരു ഫലമറിയും. മായാ ദുനിയാവിൻ്റെ മതുപ്പിൽ മാനസമിന്നറിയും. മണ്ണിൽ നിഴൽ പോൽ ഒപ്പം മരണം ഉണ്ടെന്നും അറിയും. അല്ലാഹു എല്ലാവർക്കും സ്വർഗ്ഗം കൊടുക്കട്ടെ.